ഇല്ലടല്ലേ നമ്മുടെ ആക്ടർ ബാല പിന്നെ അമൃത സുരേഷ് വിഷയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംഭവം അതാണ്. നോക്കുന്ന സമയത്ത് ഫുള്ള് പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടില്ലടല്ലേ എന്താ ചോദിച്ചു പാപ്പുവിന്റെ ഒരു വീഡിയോ നമ്മുടെ ബാലചാട്ടന്റെ മകളും പിന്നെ അമൃത സുരേഷിന്റെ മകളുമായ പാപ്പുവിന്റെ ഒരു വീഡിയോ വന്നു. എന്താ ചോദിച്ചു അച്ഛൻ എങ്ങനെയാണ്, അച്ഛൻ ഫുള്ള് പറയുന്ന നോണയാണ്, എങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ല. എന്താ ചോദിച്ചു എന്നോട് സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല, ഫുള്ള് ടൈപ്പാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വിശ്വസിച്ചു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി എങ്ങനെയൊക്കെ പറയാനായോ, അതിനുള്ള മെച്ചുവേർട്ടിക്ക് വന്നോന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇനിയിപ്പോ ചേച്ചി നമ്മുടെ അമൃത ചേച്ചി പറഞ്ഞു പഠിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്നില്ലല്ലോ. പക്ഷെ അതല്ല സത്യം. എന്താ ചോദിച്ചു നമ്മൾ വിശ്വസിച്ചതൊക്കെ തെറ്റായിപ്പോയി. എന്താ ചോദിച്ചു ഇപ്പൊ ഞാൻ വിശ്വസിച്ചത് ചോദിച്ചെങ്കിൽ ബാലചേട്ടനായിരുന്നു ശരി. എന്ന് വെച്ചാൽ ബാലചേട്ടൻ അയച്ചു വീഡിയോ ചെയ്ത് ന്യൂസിലൊക്കെ വന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് സെറ്റാണ്. പിന്നെ കമന്റുകാരിലൊക്കെ നോക്കിയപ്പോൾ ഫുൾ ആൾക്ക് സപ്പോർട്ട് ചെയ്യട്ടെ. പക്ഷെ എന്താ കമന്റിന്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ ബാലചേട്ടന്റെ വീഡിയോയിൽ ബാലചേട്ടന്റെ കമന്റ് അനുകൂലമായിട്ടും നമ്മുടെ അമൃത ചേച്ചിയുടെ വീഡിയോയിൽ അമൃത ചേച്ചി അനുകൂലമായിട്ടും കമന്റ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ വലിയ കാര്യമാക്കില്ല. പിന്നെ പോട്ടെ വെച്ചു. പിന്നെ ബാലചേട്ടൻ ആ ഒരു കരഞ്ഞ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ കരഞ്ഞ പറഞ്ഞ ഒരു സങ്കടപ്പെട്ടൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയി. ബാലചേട്ടനാണല്ലോ പാവം, ഇങ്ങനെയൊക്കെ എത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാണോ ആളെങ്ങനെ തള്ളിപ്പറന്നൊക്കെ വിശ്വസിച്ചു. ബട്ട് അതിനുശേഷം അമൃത ചേച്ചിയുടെ ഒരു വീഡിയോ ഒന്നും ഇല്ലല്ലേ, അമൃത ചേച്ചി കരഞ്ഞ് പറയുന്നുണ്ട്. എന്താ ചോദിച്ചാൽ എന്താണ് സംഭവം നടന്നത്, അല്ല നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ വെറുതെയാണ്. എന്നെ നല്ലോണം ഉപദ്രവിച്ചില്ല, അടിച്ച് മുഖമൊക്കെ പൊട്ടിച്ച് ഗ്ലാസ് കൊണ്ടൊക്കെ എറിയാൻ വന്നു. അത് മദ്യം കഴിക്കാൻ ഗ്ലാസ് കൊണ്ടൊക്കെ എറിയാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് മകളെ വരെ ഉപദ്രവിച്ചെന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്കൊരു ക്രൂരനാണെന്ന് നമ്മൾ പിന്നീടാണ് എല്ലാം മനസ്സിലാക്കിയത്. അപ്പൊ കൂടുതൽ വെളിപ്പെടുത്തുന്ന ആരോപണങ്ങളായിട്ട് നമ്മുടെ അമൃത ചേച്ചിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ്, സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യില്ല. ഇപ്പോൾ നമ്മുടെ പാപ്പുവിന്റെ ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്യണ കുക്ക് എന്ന് പറഞ്ഞ ചേച്ചി, അവരുടെ സ്വന്തം അനീതി പോലെയാണ് കേട്ടത്. അമൃത ചേച്ചിക്കും അഭിരാം ചേച്ചിക്കും സ്വന്തം അനീതി പോലെയാണ്. അപ്പൊ ആ ചേച്ചി കുക്കു ചേച്ചി കൂടുതൽ ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ട്. തെളിവ് കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവ് വെളിപ്പെടുത്താമെന്ന് പറയുന്നത്, പേഴ്സണലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് വെളിപ്പെടുത്താം. ഈ തെളിവ് കാര്യങ്ങളൊക്കെ കോടതി കൊടുക്കുന്ന പറയുന്നില്ല. അപ്പൊ നമ്മൾ അതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചേട്ടനെയും ഡ്രൈവറായിരുന്ന ഒരു വ്യക്തി, എന്താ വെച്ചാൽ അമൃത ചേച്ചി ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഡ്രൈവറായിരുന്ന വ്യക്തി ആളും പറഞ്ഞു ഇങ്ങനെയൊക്കെ ക്രൂരത ചേച്ചി അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാവുന്ന സമയത്തുകൂടി എന്നെ വരെ തല്ലിനെന്ന് പറഞ്ഞില്ലേ. ഇമാതിരി ഒരു ആളാണ് ബാലെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടല്ലേ. ഫുള്ള് അയാൾ സിനിമയിലും അഭിനയം, ജീവിതത്തിലും അഭിനയം. എന്താ വെച്ചാൽ ആൾക്ക് മുന്നൊരു ഭാര്യ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിഞ്ഞു. എന്താ വെച്ചാൽ എലിസബത്ത് എന്നൊരു ചേച്ചി, ആ ചേച്ചി വരെ പോയത് ഇങ്ങനെയാണ്. എന്താ വെച്ചാൽ ആളുടെ ഉപദ്രവം ഇല്ലല്ലോ, ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ആൾ പോയിരിക്കണം, മനസ്സിലായില്ലേ. അമ്മാതിരി ഒരു അവസ്ഥ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പൊ അമൃത ചേച്ചി കല്യാണം കഴിച്ച സമയത്ത് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ആളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് മദ്യം അവിടെ സെറ്റ് ചെയ്ത് ഫുൾ മദ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് മദ്യപിക്കുന്നു. പക്ഷെ ഇത് നേരെ തിരിച്ച് മദ്യപിച്ചിട്ട് അതിന്റെ ഫുൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ കഴുകാൻ വെക്കാനും പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്ഷലി എന്തെങ്കിലും അബ്യൂസ് ഒക്കെ ചെയ്തിട്ടില്ലല്ലേ ബാലചേട്ടൻ, ഭയങ്കരമായിട്ട്. അതും ഒരു റേപ്പ് എന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലല്ലേ. അതൊക്കെ നമ്മൾ കുക്ക് ചേച്ചി പറയുന്നുണ്ട്. അപ്പോൾ നല്ല ലെങ്ത്തുള്ള വീഡിയോ കേട്ടല്ലോ. ഞാൻ അതിന്റെ ചെറിയൊരു കുറച്ച് സീക്രട്സുകൾ മാത്രം വെക്കാം, നല്ല ഇമ്പോർട്ടൻസ് സാധനങ്ങൾ മാത്രം ജസ്റ്റ് പ്ലേ ചെയ്യാം. കാലെടുത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ടും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും, പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട്, എല്ലാവരെയും കള്ളുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്, നിങ്ങൾക്കറിയോ. അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നയാള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. ഇയാള് ഓരോ നിങ്ങൾ ഇയാൾക്ക് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് അമൃത ചേച്ചി എങ്ങനെയായിരുന്നു ഇയാളെ കല്യാണം കഴിക്കുന്ന സമയത്ത്, പുള്ളിക്കാരി ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണ്, പുള്ളിക്കാരിയും അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കും, മിണ്ടാപ്രാണി പെണ്ണ്. നിങ്ങൾ എലിസബത്തിനെ എടുത്ത് നോക്കിക്കേ, പുള്ളിക്കാരി അങ്ങനെ തന്നെയല്ലേ. അതെ, പുള്ളിക്കാരിയും ആരോടും അങ്ങനെ സംസാരിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ തന്നെയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതായത് പുറത്തു വന്ന് സംസാരിക്കുക, അയാൾക്ക് ഭീഷണിപ്പെടുത്തി അങ്ങനെ അയാൾക്ക് നിർത്തണം. അയാൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത്. ഇത് ഈ രണ്ടുപേര് മാത്രമല്ല കേട്ടോ. ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്ന തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട്, ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ വെട്ടിച്ചു, അതാണ് ഇതാണെന്നൊക്കെ ചന്ദനയെ പറ്റി പറഞ്ഞ് എനിക്ക് കാര്യമില്ല, ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയുന്നത് എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇതാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ മറ്റേ ഇപ്പൊ പൊട്ടിക്കും എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല, ജനുവനായിട്ടാ പറയുന്നത്. ഞാൻ ഇതൊരിക്കലും ഞാൻ പബ്ലിക്കലി ഞാൻ അത് കൊണ്ടുവന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നേരിട്ട് കാണിച്ചു തരാം.
ഇത് പോലീസ് സ്റ്റേഷനിലും നമ്മൾ കോടതിയിലും നമ്മൾ ഹാജരാക്കും. അതേപോലെ തന്നെ ഹാജരാക്കിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുള്ള കേട്ടോ. ഇവരുടെ എല്ലാ പേപ്പേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതേപോലെ ഈ പറയുന്ന ബാല എന്ന് പറയുന്നയാള്, ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും, ഇയാൾക്ക് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നുവാണെങ്കിൽ പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിത്തൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് ആപ്പൻ വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പിൽ മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? പുള്ളി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിൽ ഇട്ടിട്ട് അങ്ങ് കരയുവോ? എന്റെ കുളന്തേ, എന്റെ കുഞ്ഞ്. ആ കൊച്ചിനോട് അയാൾക്ക് ഒരു സ്നേഹമില്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ വന്നിട്ട് കുറെ പേര് വന്ന് പറയും അച്ഛനായ കുളന്തയോട് സ്നേഹം. നിങ്ങളല്ല ആ മനുഷ്യൻ, നിങ്ങൾക്ക് അറിയില്ല അയാളെ. നമ്മുടെ കയ്യിൽ അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ട്. ഒരു കൊച്ചിനോട് സ്നേഹമുള്ള ഏതെങ്കിലും അച്ഛൻ കാണിക്കുന്ന പ്രവൃത്തിയാണോ അദ്ദേഹം കാണിച്ചത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കൊച്ചു വന്ന് വീഡിയോ ഇട്ടു, ആ കൊച്ചിന്റെ ഗതികേട് കാരണം ആ കൊച്ചു വന്ന് വീഡിയോ ഇട്ട്. നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ആ ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ വന്നിടണമെങ്കിൽ എന്തുമാത്രം മോശകരമായ ഒരു മാനസിക അവസ്ഥയിലൂടെയായിരിക്കും ആ കൊച്ചു കടന്നു പോയിട്ടുള്ളത്. ആ വീഡിയോയ്ക്കകത്ത് ആ കൊച്ചു കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോ താമസിക്കുന്ന എന്റെ അമ്മമ്മയുടെ കൂടെ ആണെങ്കിലും മമ്മിയുടെ കൂടെ ആണെങ്കിലും ആന്റിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ആ കൊച്ചിന് ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വ്യക്തി ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ പേര് ഉപയോഗിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യുന്ന ഈ വീഡിയോസ് ആണ് ആ കുട്ടിക്ക് ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വ്യക്തം. അപ്പോ കണ്ടല്ലോ, അതാണ് സംഭവം. മനസ്സിലായി. ഞാൻ വിചാരിച്ചില്ല മുൻ നമ്മുടെ അമൃത ചേച്ചി കല്യാണം കഴിക്കുന്ന മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന എലിസബത്ത് എന്നായിരുന്നു. പക്ഷെ അതിനു മുമ്പും ചന്ദന എന്ന് പറഞ്ഞൊരു ചേച്ചിയായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചു എന്നാണ് പറയാൻ കേട്ടത്. അപ്പൊ ഇതാണ് ഇയാളുടെ സ്ഥിരം പരിപാടി. ഇതാണ് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ പാവപ്പെട്ട വീട്ടിൽ, അല്ലെങ്കിൽ നല്ല കാണാനുള്ള വീട്ടിലെ പെൺപിള്ളേരെ കല്യാണം കഴിക്കുക, എന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുക, എന്നിട്ട് അവരെ എന്താ ചോദിച്ചാൽ അവരെ പറഞ്ഞ് പറ്റിക്കുക, അല്ലെങ്കിൽ എന്താ ചോദിച്ചാൽ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരടുത്ത് പറയുന്നത് എന്റെ പൈസ കേട്ടിട്ട് പോയി, അല്ലെങ്കിൽ എന്റെ എത്ര പൈസ കൊണ്ടുപോയി, അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഫുൾ പകൽമാന്യൻ എന്ന് പറയുന്നത്. പകൽമാന്യം പറഞ്ഞ പച്ച പകൽമാന്യൻ, അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. എന്ത് വിഷയം ഇത്രയൊക്കെ കേട്ടിട്ട് നമ്മൾ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കുക? നിങ്ങളതൊന്ന് ആലോചിച്ചാൽ മതി. ഇമാതിരി ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടന്നിട്ട് ഇല്ല എന്ത് ഇയാൾ നേടിച്ചു നോക്കട്ടെ. നമ്മൾ ഇത്രയും കാലം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം വൈകിപ്പോയല്ലോ എന്നാണ് ആലോചിക്കുന്നത്. മനസ്സിലായില്ലേ? എന്ത് ചോദിച്ചാൽ ഇത്രയും കാലം നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാൻ വൈകിപ്പോയല്ലോ എന്നാണ് ആലോചിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല കേട്ടല്ലേ. എന്താ ചോദിച്ചാൽ ഇയാള് ഇതുപോലെ കേട്ടോ കുറെ പെമ്പിളായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റ്. പിന്നെ നമ്മുടെ അമൃത ചേച്ചി കല്യാണം കഴിച്ച സമയത്ത് തന്നെ ഹണിമൂണിന് പോയ സമയത്ത് അവിടെ ആരുമായിട്ട് മോശമായിട്ട് പെരുമാറി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലല്ലേ. അത് ഞാൻ അവിടെ പ്ലേ ചെയ്യട്ടെ. ആ ഒരു ഞാൻ പറഞ്ഞ വലിയ ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പൊ എന്താ ചോദിച്ചാൽ അതിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സീക്വൻസുകൾ മാത്രം എടുത്ത് വെക്കാം. അപ്പൊ അതിന്റെ വേറൊരു സീക്വൻസ് കൂടി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ പ്ലേ ചെയ്യട്ടെ. പ്രോഗ്രാം വരുമ്പോൾ നശിപ്പിക്കും. എന്റെ അഭിചേച്ചി പുള്ളിക്കാരി പണ്ട് ആക്ടിംഗ് ഒക്കെ ഭയങ്കര പാഷനായിട്ട് നടന്ന സമയത്ത് ബിഗർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹീറോനായിട്ട് അഭിനയിക്കേണ്ട ആളായിരുന്നു. ഇയാൾ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ സെക്കൻഡ് ഹീറോനായിട്ട് ചെറിയൊരു റോൾ കൊടുത്തിട്ട് പുള്ളിക്കാരി ഒഴിവാക്കി. അതെന്താ കാര്യം ചോദിച്ചപ്പോൾ ബാല വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തോ വലിയ സംഭവം, നിങ്ങൾ എന്തോ വലിയ ദൈവമാണ്. നിങ്ങൾ ഒന്നുമല്ല. നിങ്ങൾ ഒരു മനുഷ്യർ ഇങ്ങനെ, എനിക്ക് വീണ്ടും പറയാം, ഒരു മനുഷ്യൻ ഇങ്ങനെ അധപതിക്കാൻ പാടില്ല. നിങ്ങളുടെ പണം കാണും, കൊഴുപ്പാണ്, നിങ്ങൾക്ക് വലിയ ഹോൾഡ് ഉണ്ടാവും, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. നമുക്കതൊന്നുമില്ല, നമുക്ക് സാധാരണക്കാരാണ്. പക്ഷെ നമുക്കൊക്കെ മനുഷ്യന്മാരാണ്. നമ്മൾ തെറ്റ് കണ്ടാൽ പറയും. ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. എന്നല്ല, ഈ ലോകത്ത് ഒരു പെണ്ണും ഇത് കേട്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കത്തില്ല. എനിക്ക് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ മുന്നിലുണ്ട്. എന്റെ ഇതിനൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇത് അറിയണം. ഇപ്പൊ കണ്ടില്ലല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ അമൃത ചേച്ചിക്ക് ഒരു ഓഫർ വന്ന സമയത്ത്, ഒരു സിനിമയിൽ ഓഫർ വന്ന സമയത്ത് അതിൽ അഭിനയിക്കാൻ പോയ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ വന്നിട്ട് ബാലിച്ചേട്ടൻ വന്നിട്ട് അതിനെ മുടക്കി. ഇയാളുടെ മനസ്സിലായി, അതിന് മുടക്കിയിരിക്കുകയാണ്. എന്താണ് ഇയാളുടെ ആവശ്യം എന്താണ് ചോദിക്കട്ടെ, ഇയാളുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ തന്നെ പറ. ഇമാതിരി ഒരു തരികിട്ടയാണ് നമ്മൾ ബാല എന്ന് വിചാരിച്ചില്ല കേട്ടോ. സത്യം പറയാലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കേട്ടോ, നമ്മൾ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സ്ക്രീനിൽ കാണുന്നവരൊന്നും അങ്ങനെ എല്ലാവരും പറയില്ല. ചിലരൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ കാണുന്ന പോലുള്ള ആൾക്കാരല്ല. എന്ന് വെച്ചാൽ അവർക്ക് റിയൽ ലൈഫിൽ അവർ ഡിഫറൻ്റ് ആണ്. മനസ്സിലായി? കഴിഞ്ഞിട്ടില്ല, ബാക്കി ഞാൻ പ്ലേ ചെയ്യാം. ഇതിൽ കൂടുതൽ വലിയ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കതിലെല്ലാം ഒന്നും നിങ്ങളോട് തുറന്ന് പറയാനായിട്ടൊന്നും സാധിക്കത്തില്ല. പക്ഷെ അത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനുവലി സ്പീക്കിംഗ് ഞാൻ നിങ്ങളെ അതിന്റെ എല്ലാ എവിഡൻസും ഞാൻ കാണിച്ചതെന്ന് ഞാൻ സംസാരിക്കാം. ഞാൻ വീണ്ടും ഈ പുള്ളി പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട് ഞാൻ വെറുതെ പറയുന്നില്ല. കൃത്യമായിട്ടുള്ള എല്ലാ തെളിവും വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇതിൽ എത്ര പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വീണ്ടും ഞാൻ പറയാം. എനിക്ക് ഓർമ്മയൊന്നുമില്ല എന്തൊക്കെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല, അതിനപ്പുറം ഉണ്ട്. അവർ സംസാരിച്ച് ഓരോരോ പോയിന്റ് ഇങ്ങനെ മനസ്സിൽ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ,
നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇയാളെ ആലോചന ഒന്നും വരുമ്പോൾ പെങ്കൊച്ചുങ്ങളെ ഒന്നും കെട്ടിച്ച് കൊടുക്കരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നാടകമാണ്. പുള്ളിക്കാരൻ നല്ല ഒന്നാം തരം പോകോട്ടാണ്. പുള്ളി ഒരു റേപ്പിസ്റ്റ് ആണ്. അതേപോലെ ഒരു ദൈവ മനുഷ്യനൊന്നും ദൈവമുള്ള മനുഷ്യനൊന്നും അല്ല. നിങ്ങൾ കാണുന്ന പോലെ പുള്ളി കാണിക്കുന്ന ചാരിറ്റി ഒക്കെ വെറുതെയാണ്. എനിക്കറിയാം, ഞാൻ പേഴ്സണലി നമ്മൾ ഒരാൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബാലചേട്ടൻ വീഡിയോ ഇട്ടു, പൈസ എന്തെല്ലാം പറഞ്ഞ ഒരു കാര്യം ഇട്ടു. കൊച്ചു വീഴ്ചയല്ല, അമ്മവിളിച്ച കാര്യം. നമ്മൾ നമുക്ക് അവരുമായിട്ട് യാതൊരു കോൺടാക്ട് ഇല്ല. അങ്ങനെ എത്ര കാര്യങ്ങളുണ്ടെന്ന് അറിയോ? അപ്പൊ ഇതാണ് കണ്ടില്ലേ, എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് പക്ക ഫ്രോഡാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ജീവിതം അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ആള് സിനിമയിൽ അഭിനയിക്കുകയാണ്, ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ആളാണ് നല്ലവനെന്നൊക്കെ, ബട്ട് എന്നാൽ അല്ല ഇല്ലാടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞില്ല, എന്താ വെച്ചാൽ കുക്കു ചേച്ചിയുടെ തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ റിവീൽ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ കൊടുക്കേണ്ടവിടെ കൊടുക്കുന്ന പറയുന്നത്, ഇപ്പൊ കോടതിയിൽ കൊടുക്കുന്ന പറയുന്നില്ലടല്ലേ. എന്നാൽ ആ തെളിവ് എത്രയും പെട്ടെന്ന് ഹാജരാക്കണമെന്ന് നമ്മളും പറയുന്നത്. എന്താ വെച്ചാൽ ഇമാതിരിയുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃത ചേച്ചിയാണെങ്കിലും ഇപ്പൊ നമ്മുടെ അമൃത ചേച്ചി മകളായ പാപ്പു ഇമാതിരി അവസ്ഥയിൽ കൂടി ജീവിച്ചു പോവാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരെ നമ്മുടെ ബാലചേട്ടനെതിരെ ആക്ഷൻ എടുക്കാനാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആള് ഫിലിം ഫീൽഡിലാണ്, അത് ഇത് പറഞ്ഞതും കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരാരും ശിക്ഷിക്കപ്പെടണമെന്ന് നമ്മളും പറയുന്നുള്ളൂ. പിന്നെ ഇനിയും ഇതുപോലെ ഒരു സ്ത്രീക്കും ഇതുപോലെ അനുഭവം ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൈസയുള്ളവർക്ക് എന്തുമാവാം എന്നൊരു സംഭവം ഇവിടെ വേണ്ട. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം, അതേ നമ്മളും പറയുള്ളൂ. അല്ലെങ്കിൽ പൈസയുള്ളവരാണ്, അവർക്ക് എന്തും ചെയ്യാം എന്നൊരു മൈൻഡ് സെറ്റ് ഇല്ല, അത് പറ്റില്ല ഇല്ലടേ. ഷോ എന്നാലും ദിസ് ഈസ് റോങ് ദിസ് ഈസ് റോങ്. ഇപ്പോൾ ബാലചേട്ടനോ നമുക്ക് അതേ പറയാനുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആള് ഇങ്ങനെ ചെയ്യരുതല്ലോ, സത്യം പറയല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യർ തന്നെയല്ലേ. അത് നമ്മളെ കല്യാണം കഴിച്ചൊക്കെ പറ്റിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കുഞ്ഞിനോട് വരെ കിളടൽ ഇങ്ങനത്തെ ക്രൂരത ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ആ കുട്ടി ഇങ്ങനെ കാണുകയാണ്, മനസ്സിലായല്ലോ? സ്വന്തം അമ്മനെ ഇങ്ങനെ തല്ലുമ്പോഴൊക്കെ കുട്ടി കാണുകയാണ്. എന്താണ് ഇതൊക്കെ, എന്തൊക്കെയാ കൊച്ചുകാലത്ത് നടക്കണില്ലല്ലേ. അപ്പോൾ എന്തായാലും കുക്കുചേച്ചി പറഞ്ഞിട്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്നെ കൊല്ലട്ടെ, ഞാൻ മരിക്കാൻ തയ്യാറായിട്ടൂടെ വന്നിരിക്കാൻ വേണ്ടി കുക്കുചേച്ചി പറയുന്നുണ്ട്. അതാണ് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രതികരിക്കുള്ളൂ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നാളെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ഇനി പുള്ളിക്കാരൻ അടുത്ത് അതിനെ കല്യാണം കഴിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഇല്ലടല്ലേ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക, അതേ പറയാനുള്ളൂ. അത്രേ ഉള്ളൂ.